ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ BP അങ്ങാടിയിലെ ആന ഇടഞ്ഞ നേർച്ചയുമായി ബന്ധപ്പെട്ട പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ആന ഇടയുന്നത്. വലിയ രീതിയിൽ ആളുകൾ പരിഭ്രാന്തിയിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ നടന്നത്. ഒരു ചെറിയ പ്രകോപനം ആനയ്ക്ക് നേരെ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏത് ഭാഗത്തുനിന്ന് വന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതങ്ങനെ സൂചിപ്പിക്കാൻ കാരണം ഈ ഒരു അക്രമത്തോടു കൂടി ആന വളരെ സൈലൻ്റ് ആവുകയാണ്. മറ്റ് അക്രമ പ്രവർത്തനങ്ങളിലേക്കൊന്നും തന്നെ ആന നീങ്ങിയിട്ടില്ല. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആ സുഹൃത്തുൾപ്പെടെ 21 ആളുകളെ തിരൂരിലെ ഇമ്പിച്ചിവാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 പേരെ തിരൂരിലെ ശിഹാബ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിച്ചു. അതിൽ ഇമ്പിച്ചിവാവ ആശുപത്രിയിൽ 2 ആളുകൾ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. അത് നിസ്സാര പരിക്കുകളാണ്. ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആന ഒരാളെ തൂക്കി എടുക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? എങ്ങനെയായിരുന്നു അത്? ആന നിന്ന ഇടത്ത് നിന്ന് ആന മുന്നോട്ട് ചെന്നപ്പോൾ ആളുകൾക്ക് 10,000 തടിച്ചുകൂടി നിൽക്കുന്ന ഉത്സവമാണ്, ആഘോഷമാണ്. സ്വാഭാവികമാണ്. ഒരു ആന അടഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മുന്നോട്ട് പെട്ടെന്ന് മാറിപ്പോകാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ആനയുടെ തുമ്പിരിക്കയിൽ 2 ആളുകളെയാണ് കിട്ടിയത്. അതിൽ ഒരാൾ അതിന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആനയുടെ പരിക്ക്, ആന ഏൽപ്പിച്ച പരിക്ക് ഒരാളിൽ മാത്രമാണ് നിന്നത്. ബാക്കി വന്ന പരിക്കുകളൊക്കെ ഈ പരിഭ്രാന്തിയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആളിതുവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടി പോലീസും നേർച്ച സംരക്ഷണ സമിതിയൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഒരാളെ തുമ്പിക്കൈയിലെടുത്ത് തൂക്കി എറിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഒരു ഭീതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ആനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിൽ കൂടിയുള്ള ഒരു സമയത്ത് കൂടിയാണ് ഇത്തരം ഒരു സംഭവം എന്തായാലും പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് മലപ്പുറം തിരൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്.